വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ അൾട്ടോ 2005 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫിറ്റാ. അത് കൊള്ളാട്ടെ, നല്ല വില കുറച്ച്. ഞാൻ വീണ്ടും പറയുന്നു, നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വെറും 40,000 രൂപയ്ക്ക് അൾട്ടോക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ കുറഞ്ഞ വിലയുള്ളൂ. ഇതൊക്കെ നമുക്ക് ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കും. 5 അല്ലേ? 5 2013. 2005 നമുക്ക് 45,000, ഇത് നമുക്ക് 55,000 2006. അതിന് നിങ്ങൾക്ക് 10-40 രൂപ ലോൺ കിട്ടും. അപ്പൊ എന്തായാലും മോശമില്ലാണ്ട് ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നത് നേരെ പോലെ ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്. 20 വേണ്ട, നിങ്ങൾ കുറയ്ക്കും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാല്ലേ. ചെയ്യാല്ലേ? ഇത് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 കൊടുക്കാം. 2,20,000 കൊടുക്കാം. ഡീസൽ 2011 രജിസ്ട്രേഷൻ. ഇത് 2009 മോഡൽ ടൈപ്പ് 4 ആക്കിയ കിടിലൻ വണ്ടി എന്ന് പറയാം. പുതിയ പേപ്പറും 29 വരെ പേപ്പർ ഉണ്ട്. 9 മോഡൽ വണ്ടിയാണ്. അടിപൊളി. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5 ഇതിന് എനിക്ക് ഒരു 30-40 ലോണും ചെയ്യാം. നല്ല വില കുറച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല വില കുറച്ച്, ഞാൻ വീണ്ടും പറയുന്നു, നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വെറും 40,000 രൂപയ്ക്ക് അൾട്ടോക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ വടുവഞ്ചാലുള്ള നമ്മുടെ ട്രസ്റ്റ് ആൻഡ് റൈഡിലാണ് കേട്ടോ. ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വടുവഞ്ചാൽ ടൗണിൽ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഓക്സിജൻ സ്കൂളുണ്ട്. ബത്തേരി റൂട്ടിലേക്ക് കയറുമ്പോൾ ടൗണിൽ നിന്ന് ഒരു 300 മീറ്റർ മാറുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതായത് വില കുറച്ച് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഈ പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ മിസ്സായിപ്പോൾ. അതുകൊണ്ട് മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. നല്ല വണ്ടികൾ ഒരുപാടെണ്ണം ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ മിസ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ. എന്തായാലും വണ്ടികളൊന്ന് കണ്ടിട്ട് വരാം. രജി ബ്രോ, ഞാൻ എപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ നല്ല റേറ്റിൽ നമുക്ക് വണ്ടികൾ തരാറുണ്ട്. ഇപ്രാവശ്യം അത് മുടങ്ങരുത്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി, മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുക. ഏറ്റവും നല്ല വണ്ടികളെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം വില കുറച്ച് മാക്സിമം ലോണൊക്കെ ചെയ്ത്. അതെ അല്ലെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ആർക്കെങ്കിലും മോശമായ വണ്ടി നമ്മൾ കൊടുത്തിട്ടേ ഇല്ല. ഇല്ല, നമ്മൾ അങ്ങനെയുള്ള ഒരുവിധം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, കൊടുക്കാറുള്ളൂ. എന്നാൽ ചെറിയ മൈനസുകളൊക്കെ ഉണ്ടാവും, കാരണം അത് സെക്കൻഡ്സ് വണ്ടിയല്ലേ. അതെ, അത് മാത്രമല്ല ഇപ്പൊ എന്തൊക്കെ ചെക്ക് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും. ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ ഈ പോലീസ് വണ്ടി പിടിച്ച പോലെ, വണ്ടി പിടിച്ചതിന് പേപ്പർ ഒക്കെ ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുമല്ലോ, അതേപോലെയാണ്. അപ്പൊ എന്തായാലും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട്, നമുക്ക് വെറുതെ കുറെ സമയം കളണ്ടല്ലേ, നമുക്ക് ആ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും രജി ബ്രോ, നമ്മളിപ്പോ കൂടുതൽ കഥയൊന്നും പറഞ്ഞ സമയം കളണ്ടല്ലേ, കുറച്ചധികം വണ്ടികളങ്ങ് കാണിച്ചു കൊടുക്കാം. ലോ ബഡ്ജറ്റ് മാത്രം, കൂടുതലും ലോ ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. അതെ, ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു നീലപ്പൊന്മാൻ. ഇത് ഏതാ മോഡല്? ഇത് 2011 VXi അല്ലേ? VXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. അതെ. ഓടിയത് 85 അല്ലേ? ഓക്കെ. ഈ VXi എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ZX ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാവിധ ഫീച്ചേഴ്സും വരും. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതെ, മോശമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം എന്താ പറയുക, സീറ്റുകാർക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും അല്ലേ? അതെ, സീറ്റർ ആവറേജ്. ഇത് നമുക്ക് ലോ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റില്ലേ? പിന്നെന്താ, എന്ത് വില വരും? ഇത് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.5 ലക്ഷം രൂപ? 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2011 VXi അല്ലേ? എല്ലാ ഓപ്ഷനും ഉള്ള. കുറെ ഉണ്ടാവുമോ? എന്ത് ചെറിയ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം അല്ലേ? 1.5 ലക്ഷം രൂപ ഉള്ളിൽ കൊടുക്കാം. അതെ അതെ. പിന്നെ എത്ര നമുക്ക് ലോൺ കയറിയില്ലേ? ഇതിന് ലോൺ നമുക്ക് ഒരു 1.30 വരെ കയറും. അത്രയും കയറും? ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്. 20 വേണ്ട, നിങ്ങൾ കുറയ്ക്കും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി. ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കിക്കോളൂ. അത്യാവശ്യം മോശമില്ലാതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. VXi ആണ്, എല്ലാവിധ ഫീച്ചേഴ്സും വരും. നല്ല വൃത്തിയിൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കാര്യമായിട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? സെയിം സാധനം ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഇത് 2011 രജിസ്ട്രേഷൻ വണ്ടി, 10 മോഡൽ 11 രജിസ്ട്രേഷൻ LXi അല്ലേ? ഇത് ബേസ് വേരിയന്റ് ആണ്. പിന്നെ മാരുതിയാണ്, മാരുതിയുടെ വണ്ടിയാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഇന്റീരിയർ കാണിച്ചു തരാം. പക്ഷെ ഇന്റീരിയർ അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? അത് നീറ്റ് വണ്ടിയാ. അതെ. ഇതിൽ AC വരില്ല, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് വരും അല്ലേ? പവർ വിൻഡോസ് ഉണ്ടാവില്ല. പവർ വിൻഡോ ഉണ്ടാവില്ല. അതെ. പക്ഷെ നല്ല വണ്ടിയാണ്. അത്യാവശ്യം ഇത് K സീരീസ് എഞ്ചിനാണ് വരുന്നത്. ഒരു നമുക്കൊരു 17-18 വരെ മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? വാഗണറിന്റെ എഞ്ചിനാണ് വരുന്നത്. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 1,15,000 കൊടുക്കാം. 1.15 കൊടുക്കാം. 1.15. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലോണും ചെയ്യാം. 1 ലക്ഷം ലോണും ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു 10 രൂപ മതിയല്ലേ? മതി, ചെറിയ പൈസ മാക്സിമം നിങ്ങൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റിഡ്സ് ആണെങ്കിലോ? ഈ റിഡ്സ് 2014 രജിസ്ട്രേഷൻ വണ്ടി, VXi. 14 VXi അല്ലേ? VXi നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി, നല്ല നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. VXi എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവിധ ഫീച്ചേഴ്സും വരും. നിങ്ങൾക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ വരും. എല്ലാം കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഓടിയതോ?
ഓടിയത് 110. 110 ഓടിയിട്ടുണ്ട് അല്ലേ? ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വന്ന വണ്ടി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഷ്ബോർഡിലൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊരു ലിമിറ്റഡ് എഡിഷൻ വരുന്ന അല്ലേ? ഞാൻ ഈ രണ്ട് വണ്ടീന്റെ കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, പഴയതായതുകൊണ്ട് നമ്മൾ പറഞ്ഞതിൽ വലിയ അർത്ഥമില്ല അല്ലേ? ഇത് 110 ഇതൊക്കെ നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഒരു 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാതെ 14 വണ്ടി അല്ലേ? 14 രജിസ്ട്രേഷൻ വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 1 രൂപ പോലും മുടക്കണ്ട. ഒന്നും മുടക്കണ്ട. നമ്മുടെ ആൾക്കാർക്ക് 3 ലക്ഷം രൂപേന്റെ ഉള്ളിൽ കൊടുക്കണം കേട്ടോ. ലോണിൽ കൊടുക്കും, നമ്മൾ ഫുൾ ലോണിൽ കൊടുക്കും. ഫുൾ ലോണും കൊടുക്കും. പിന്നെന്താ? ഓക്കെ, എന്തായാലും പൈസ ഒന്നും കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് 3 ലക്ഷം രൂപയ്ക്ക് 2014 റിറ്റ്സ് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു റിറ്റ്സ് കൂടി ഉണ്ടല്ലോ ഇതോ. ഇത് 2011 രജിസ്ട്രേഷൻ ഡീസലാണ്. VDI റിറ്റ്സ് ഡീസൽ. ഓടിയതോ? ഇത് ഓടിയത് 160. 160 ഓടി. അതൊക്കെ ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? കിട്ടും. ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇത് പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. അതെ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്റീരിയർ മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ കാണിക്കുന്നത് അല്ലേ? ഇത് പിന്നെ മൈലേജും ഉണ്ടാവും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഉറപ്പല്ലേ? 4 ടയർ കാര്യങ്ങളൊക്കെ. മാരുതിയുടെ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് അല്ലേ മെയിൻ? അതെ. എന്ത് വിലക്ക് കൊടുക്കുക ഇതിപ്പോ? ഇത് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 കൊടുക്കാം. 2,20,000 കൊടുക്കാം. ഡീസൽ 2011 രജിസ്ട്രേഷൻ. അത് മോശമില്ലാത്ത ലുക്കിലുള്ളൊരു വണ്ടി, നല്ല വൃത്തിയുണ്ട് കാണാൻ. 2,20,000 ഉള്ളിൽ തരും അല്ലെ? 2,20,000 രൂപ കൊടുക്കാം. ഫുൾ ലോൺ കയറുമോ? പിന്നെന്താ, ഒരു 1,70, 1,60 ലോൺ നമുക്ക് ചെയ്തു എന്തായാലും കിട്ടും അല്ലേ? തീർച്ചയായും. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ? എല്ലാം നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റും. നിങ്ങൾ വേഗം കോൺടാക്ട് ചെയ്തോ. കാരണം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെയിലായി പോകും അല്ലേ? അതെ. ഇനി അങ്ങേ അറ്റം ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി കാണിച്ചില്ല എന്ന് ആരും പറയരുത് അല്ലേ? ഇതേതാ മോഡല്? ഇത് 2013 വണ്ടിയാ. 13 നാനോ ആണ്. അത്യാവശ്യം എന്താ പറയാ, 13 ആണെങ്കിൽ പോലും വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ, അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയർ ഭാഗങ്ങളുണ്ട്. പിന്നെ അത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കംപ്ലൈൻസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കംപ്ലൈൻസ് ഒന്നുമില്ല. പിന്നെ AC ഉള്ള വണ്ടി, പക്ഷേ AC വർക്കിംഗ് അല്ല. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ കംപ്ലൈന്റ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ വയനാട്ടിൽ പിന്നെ വലിയ AC ഇല്ല. പിന്നെ ചെറിയ സാധാരണക്കാർ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. വേറെ അവാദം ഒന്നും പറയാനില്ലല്ലോ. ഇതിന്റെ അത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആൾക്ക് മഴ കൊള്ളാണ്ട് പോവാ 4-5 പേർക്ക് സുഖമായിട്ട് പോവാം. പിന്നെ ഇതൊക്കെ കുറഞ്ഞ വിലയുള്ളൂ. ഇതൊക്കെ ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കും. 5 അല്ലേ? 2013 13 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പേപ്പറും ഉണ്ട്. ഇതിന്റെ പുറകെ നടക്കൊന്നും വേണ്ട. മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റാ. ഇൻഷുറൻസും എല്ലാ ഭാഗങ്ങളും ക്ലിയർ. 55 രൂപയ്ക്ക് അത് എടുത്തു. അതുപോലെ തന്നെ ഒരു റിക്സ് ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ വണ്ടിയാ. 10 ആണ്. ഇത് LXI ആണ്. പക്ഷെ അലോയ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ. K സീരീസാ? K സീരീസ്. അതെ. ഓക്കെ, K സീരീസ് ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ. റിക്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 18-20 അടുത്ത് മൈലേജ് കിട്ടും. അല്ല, ഇത് പെട്രോളാ, അത്ര കിട്ടത്തില്ല. K സീരീസിൽ നമുക്ക് ഒരു 15-16 വരെ കിട്ടും. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല. LXI ആണ്. പവർ വിൻഡോസ് ഉണ്ടാവില്ല അല്ലേ? പവർ വിൻഡോസ് വരില്ല. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ ഉണ്ട് അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓടിയത് എത്രയാ? 1 ചില്ലറയാണ്. 1 ചില്ലറ ഓടിയുണ്ട് അല്ലേ? മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 2010 വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല 4 അലോയ് വീലും കിടപ്പുണ്ട്. ഒരു 50% ടയറും ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ഓടിക്കാട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോയ ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. റീപ്ലേസും ഇല്ല. അതുപോലെ തന്നെ 1 ലോ ബഡ്ജറ്റിൽ ഒരു അൾട്ടോ നോക്കുന്നുണ്ടെങ്കിൽ കിടിലൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഇതേതാ മോഡല്? ഇത് 2005 മോഡലാ. 2005 മോഡൽ. 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല വണ്ടിയാ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാ. വേറെ അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാ. സീറ്റ് കവറൊക്കെ അടിപൊളി. ഒന്നും കുറ്റമായിട്ടൊന്നും പറയാനില്ല. പിന്നെന്താ? ഇല്ല, AC പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയാ. സ്റ്റാൻഡേർഡ് വണ്ടി. പക്ഷെ ഇതൊക്കെ സാധാരണക്കാർക്ക് ഒരു ചെറിയ വണ്ടി എന്ന് പറയാൻ, പഠിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ ഹെഡ്ലൈറ്റ് അങ്ങ് മാറി ന്യൂ ഷേപ്പ് വെച്ചാൽ വൃത്തിയാവോ? ഒന്നും കൂടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 2005 ഇതൊക്കെ ഒരു 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര രൂപയ്ക്ക്? വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ അൾട്ടോ 2025 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫിറ്റാ. അത് കൊള്ളാട്ടെ. എന്തായാലും വെറും 45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2005 വണ്ടി കിട്ടും. ലോണോ കാര്യങ്ങളൊന്നും കിട്ടാൻ പാടാണ് അല്ലേ? ലോണ് ചെറിയ 10-30 രൂപയ്ക്ക് വേണേൽ അത് ചെയ്തും കൊടുക്കാം. അതൊന്നും നിങ്ങൾ പറയണ്ട. കാരണം അത് വരെ സാധാരണ വയനാട്ടിലാണെങ്കിൽ ഒരു 30 രൂപ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെന്താ? അടിപൊളി. അപ്പം സാധാരണ ആളുകൾ വണ്ടി അത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ വന്ന് വാങ്ങിച്ചോട്ടെ. അതെ. 10 രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 30-35 രൂപ അടുത്ത് ലോണും കിട്ടും അല്ലേ? അതെ. ഒരു 45 രൂപ വണ്ടിയുടെ വില. ഈ മാരുതി ആണെങ്കിലോ? ഇത് 2006 വണ്ടിയാ. 2006 ആണ്. MPFI എഞ്ചിനാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 26 വരെ പേപ്പറും ഉണ്ട്. MPFI ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. പിന്നെ മെക്കാനിക്കൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. 800 അല്ലേ? അതെ. പിന്നെ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചോട്ടെ. ഇന്റീരിയർ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. അത് പറ്റ മോശം ഒരു വണ്ടിയല്ല. അതുപോലെ തന്നെ സീറ്റ് കവർ ഉണ്ട്. മോശമല്ലാത്ത കണ്ടീഷനിലുള്ള AC ഉണ്ട് ഇതില്. ഇത് AC ഉള്ള വണ്ടിയാ. വർക്കിംഗ്.
AC വർക്കിംഗ് വെച്ചാൽ ഗ്യാസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. പക്ഷെ വേറെ കംപ്ലൈന്റ് ഒന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്ത് വിലയ്ക്ക് ഇത് നമുക്ക് ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5-5 പിന്നെ എനിക്ക് ഒരു 30-40 ലോണും ചെയ്യാം. ഓക്കെ, അതായത് 2005 വണ്ടിക്ക് വരെ 2005 നമുക്ക് 45,000, ഇത് നമുക്ക് 55,000 2006. അതിന് നിങ്ങൾക്ക് 10-40 രൂപ ലോൺ കിട്ടും. അപ്പൊ എന്തായാലും മോശമില്ലാണ്ട് ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നത് നേരെ ഇങ്ങ് പോലെ. അതുപോലെ തന്നെ ഇന്നോവ ഉണ്ടല്ലോ, പഴയ ഇന്നോവ. ഇത് 2009 മോഡലാ. 9 ഇത് പുതിയ പേപ്പറാണ്. പുതിയ പേപ്പറുള്ള വണ്ടി, ഒറിജിനൽ കേരള കമ്പനി സർവീസ് ഉണ്ട്. 210. ആകെ 210 ഓടിയിട്ടുള്ളൂ. 210 സർവീസും ഉണ്ട്, സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അതെ അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഇല്ല. അതായത് ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. ഇത് G4 ആയിരിക്കും അല്ലേ? G4 ആണ് വരുന്നത്. G4 ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്റീരിയർ അത്യാവശ്യം കമ്പനി വന്ന സീറ്റൊക്കെയാണ്, പക്ഷെ കമ്പനി വന്ന ആ ക്വാളിറ്റി ഉണ്ട്. വണ്ടി നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസിന് ഒരു പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും കേട്ടോ. പൊട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. ഈ 2009 വണ്ടി പുതിയ പേപ്പറിൽ നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് വരുന്നത് ഒരു പാർക്കസൈൽ വണ്ടിയാ. ഇത് നമുക്ക് 470 കൊടുക്കാം. 4,70,000 രൂപ. വില കൂടുതലല്ലേ? അത് പാർക്കാസയിലാണ് നമ്മൾ എടുത്ത വണ്ടിയല്ല. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ, വന്ന് സംസാരിച്ചോളൂ. ടൈപ്പ് 1 ആണ്. എന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി. അതും 2020 കമ്പനി സർവീസ് ഉള്ള വണ്ടി കൂടി കേട്ടോ. 2009 ഒറിജിനൽ കേരള 29 വരെ പേപ്പർ ഉണ്ട്. അടിപൊളി. നിങ്ങൾ നോക്കിക്കോ, ഇത് ഞാൻ പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചോളൂ, സംസാരിച്ചു. പേപ്പർ 29 വരെ പുതിയ പേപ്പർ നമ്മൾ എടുത്ത് ഇപ്പൊ ഓൾറെഡി എല്ലാം റെഡി ആക്കി ഒക്കെ ചെയ്താ അടിപൊളി. അപ്പൊ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ എന്തായാലും ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തൊരു ലോ ബഡ്ജറ്റ് കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? എസ്റ്റിലാണ്, ZS-ലാണ്. ഏതാ മോഡൽ? ഇത് 2007 മോഡല്, ഫുൾ ഓപ്ഷൻ VXi ആണ്. 7 ഫുൾ ഓപ്ഷൻ VXi അല്ലേ? VXi 4 ഡോർ, പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതെ. അതുപോലെ തന്നെ വണ്ടി ഓവറോൾ വൃത്തി ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു കേട്ടോ. ഇന്റീരിയർ എന്താ പറയാ, സീറ്റ് കാര്യങ്ങള് എല്ലാം നല്ല വൃത്തി ഉണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാ. റീപ്ലേസ്മെന്റ് ഇല്ല, മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. കൊണ്ടുപോയാൽ പെട്ടെന്നൊന്നും ചെയ്യണ്ട, അതാണ് ഗുണം. അതെ. ഇത് പിന്നെ മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല? ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടിയാ. അതെ. എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇതൊക്കെ ഒരു 85,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. വെറും 85 രൂപ. അതൊരു 60 രൂപ ലോണും കൊടുക്കാം. മോഡൽ 2007 27 വരെ പേപ്പറും ഉണ്ട്. അടിപൊളി. 2007 മോഡൽ വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. വെറും 85,000 രൂപയ്ക്ക് 60,000 രൂപ നിങ്ങൾക്ക് ലോണും കിട്ടും വയനാട്ടിലുള്ളവർക്ക് അല്ലേ? അതെ, വയനാട്ടിലുള്ളവർക്ക്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓടി എത്ര അറിയോ? ഓട്ടം 85,000 90,000 അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലോ? വാഗണർ ഇത് 2010 ലാസ്റ്റ് K സീരീസ് എഞ്ചിനാണ്. 10 ലാസ്റ്റ് 10 അല്ല വണ്ടി. ഇത് K സീരീസ് എഞ്ചിൻ, നല്ല ക്വാളിറ്റി വണ്ടിയാ. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. LXi. ഇതിന്റെ ഇന്റീരിയറും കൂടി കാണിച്ചു തരാം. ഇന്റീരിയറൊക്കെ അത്യാവശ്യം കമ്പനി വന്ന സീറ്റ് ആണെങ്കിൽ പോലും നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോശമൊന്നുമില്ല. അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ വരും. ഇത് ടയർ കാര്യങ്ങളൊക്കെ ഫിറ്റ്. ഇവിടെ കാട്ടിൽ കൊണ്ടുവന്നിട്ടല്ല കേട്ടോ, ഷോറൂമിൽ തൊട്ട് ഇപ്പുറത്തെ വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചാലേ. അതെ. 10 വണ്ടി LXi എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 2,20,000 രൂപ കൊടുക്കാം. 2,20,000 കൊടുക്കാം. ഇത് നോക്കി ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. K സീരീസ് എഞ്ചിൻ, ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. K സീരീസ് എഞ്ചിൻ. K സീരീസ് എഞ്ചിൻ. മോശമില്ലാത്ത മൈലേജും കിട്ടും. 18 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും വൃത്തിയുള്ള വണ്ടിയായിട്ട് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇന്നോവ എടുപ്പുണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇത് 2009 മോഡല് ടൈപ്പ് 4 ആക്കിയ കിടിലൻ വണ്ടി എന്ന് പറയാം. പുതിയ പേപ്പറും 29 വരെ പേപ്പർ ഉണ്ട്. 9 മോഡൽ വണ്ടിയാണ്. അടിപൊളി. അതായത് നമ്മൾ താഴെ ഒരു 9 കാണിച്ചു അല്ലേ? അതും ഇതും വെച്ച് നോക്കുമ്പോൾ എന്താ വ്യത്യാസം? ഇതെല്ലാം അടിപൊളി. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇന്നോവയ്ക്ക് ഗോൾഡൻ കളറാണ് ഏറ്റവും വലിയ ലുക്ക്. അതെ, സിൽക്കി ഗോൾഡ്. അതെ. പിന്നെ ഇത് ഇതിന്റെ VX ആ വരുന്നത്. VX ആണ്. അതായത് അന്നത്തെ അല്ല, ഇത് വി ഓപ്ഷൻ. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. അടിപൊളി. VX എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അതായത് ഈ ഓപ്ഷൻ ആട്ടോ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് അന്നത്തെ VX, പക്ഷെ ഇത് വേറെ ഒന്നല്ല, RC VX ആണ് വരുന്നത്. അങ്ങനെയല്ലേ? വി ഓപ്ഷൻ എന്നല്ലേ പറയാ. അതെ. നല്ല എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഇന്റീരിയർ, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ അല്ലേ? അതെ. 2009 ഫുൾ ഓപ്ഷൻ വണ്ടി. ഇന്റീരിയർ ഒക്കെ 9 പോലെ തന്നെയാണ് ഉള്ളത്, പക്ഷേ ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ നമ്മളിത് ഇപ്പൊ ടൈപ്പ് 4 ആക്കാൻ ബോണറ്റും ബമ്പറും ഈ ഹെഡ്ലൈറ്റും അത് മാത്രമല്ല, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയില്ലല്ലോ? ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് 2009 മോഡല്. ഓട്ടം 2,50,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കേരള വണ്ടി തന്നെയല്ലേ? അല്ല, ഇത് റീ രജിസ്ട്രേഷൻ. ഇതിന്റെ വിലയാണ് കേൾക്കേണ്ടത്. വിലയൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു 4,90 കൊടുക്കാം. 4,90 4,90 വെച്ച് ഇത് 29 വരെ പുതിയ പേപ്പറുമാണ്.
വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റാണ് അല്ലേ? ഓക്കെ. അപ്പം 490 അത് നെഗോഷ്യബിൾ ആക്കി തരുന്നതിന്റെ മാക്സിമം ചെയ്തു തരും. 2009 കണ്ടാൽ ഒരാളും പറയില്ല, ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നീറ്റ് വണ്ടി കേട്ടോ. അതിന്റെ വെറൈറ്റി കാര്യം നിങ്ങൾ സംസാരിച്ചോളൂ. വില കുറവാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് കുറച്ച് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം അല്ലേ? അടിപൊളി. അതുപോലെ തന്നെ ഈ ഡിസൈർ ആണെങ്കിലോ, ഇത് സ്വിഫ്റ്റ് ഡിസൈർ ZD ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇത് 2017 മോഡൽ. 17 ആണ് ലാസ്റ്റ് വണ്ടി അല്ലേ? 17 ലാസ്റ്റ് ഇറങ്ങിയ അലോയ് വീലും എല്ലാം ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ZD ഓട്ടോമാറ്റിക്. അതായത് ബട്ടൺ സ്റ്റാർട്ട് വരും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീലെസ് എൻട്രി എല്ലാ സാധനങ്ങളും വരും. സീറ്റ് കവർ കാര്യങ്ങളൊന്നും മോശമില്ല. AMT ആണ് വരിക. നല്ല മൈലേജ് കിട്ടും അല്ലേ? അതെ. അലോയ് വീൽസ് ഉണ്ട്. ആ ഭാഗത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 5,90,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് ZDI സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? കിടിലൻ വണ്ടി. മൈലേജ് ഒക്കെ 24-23 കിലോമീറ്റർ മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. അതായത് ഓട്ടോമാറ്റിക്കലി ഏറ്റവും മൈലേജ് ഉള്ള വണ്ടി വേണമെങ്കിൽ. അതെ സ്വിഫ്റ്റില്. പിന്നെ മാരുതിന്റെ വണ്ടിയൊക്കെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും കാര്യമായിട്ട് വരാനുമില്ല. പിന്നെ ന്യൂ ഷേപ്പ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ഡിസൈൻ കൂടി ഉണ്ടല്ലോ. ഈ സ്വിഫ്റ്റ് ഡിസയർ 2013 പെട്രോൾ ആണ്. 13 പെട്രോൾ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന 4 ടയർ കണ്ടോ നിങ്ങൾ? ഇത് പുത്തൻ ടയർ ഇട്ടിട്ട് ഓടിയിട്ടില്ല. അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഓട്ടം എത്രയാ? ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 1,16,000. 1,16 ഓടി. ഓക്കെ. ഇത് ഇന്റീരിയർ ഒന്നും മോശമില്ല. ഇത് LXI VXI കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ബാക്കിൽ അലോയ് വീല് കാര്യങ്ങളെല്ലാം AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ അലോയ് വീൽ അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5 കൊടുക്കാം. 2013 സ്വിഫ്റ്റ് ഡിസയർ. നല്ല ക്ലീൻ പീസ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മള് ഈ ഇതിന്റെ ഡീസലിന്റെ വില പറഞ്ഞ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. ഇതിന്റെ നമുക്ക് 1.5 ലക്ഷം കിലോമീറ്റർ ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? ഹിസ്റ്ററി ഇതിന്റെ കൊടുത്തൂടെ നമുക്ക്? പിന്നെന്താ, ഇതൊക്കെ നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? പിന്നെ മാക്സിമം നമ്മൾ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഉള്ള എടുക്കാറില്ല. ഒരുവിധം കമ്പനി സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ ചില വണ്ടികൾക്ക് അറിയാലോ, ഹിസ്റ്ററിയിൽ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അതെ, എന്തായാലും മോശമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി കിടക്കുന്നുണ്ട്. ഇത് 2016 ഡീസൽ. അതെ, ലാസ്റ്റ് വണ്ടി അല്ലേ? ഇതും 16 ലാസ്റ്റ്. ഇത് ഡിസയർ അല്ല കേട്ടോ, ഇത് സാധാ സ്വിഫ്റ്റ്. അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. ഇത് LED വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇത് LDA? ഇത് LDI VDയിലേക്ക് കൺവേർട്ട് ചെയ്യാം. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ മോശമായ അല്ലെങ്കിൽ കുറ്റമായിട്ട് തന്നെ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും പറയാനില്ല. അതെ, ഇതൊക്കെ പിന്നെ മൈലേജ് വെച്ചിന് 24-23 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ റീപ്ലേസ്മെന്റും ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും ഒരു 20-നുള്ളിൽ കൺഫേം ആണ്. പിന്നെ ഹൈവേയിലൊക്കെ 18-20 ഇത് 23-24 കൺഫേം. 20ന്റെ മേലേക്ക് എന്തായാലും കിട്ടൂല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും വൃത്തിയുള്ള വണ്ടി. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്ത് വിലക്ക് കൊടുക്കുക? ഇത് നമുക്കൊരു 4,70,000 കൊടുക്കാം. 16 വണ്ടി. 2016 ഡീസൽ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ പീസ്. നല്ല വൃത്തിയുള്ള വണ്ടി. 4,70,000 രൂപ നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പാണ് അല്ലേ? പിന്നെന്താ, നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അതെ. ഇത് നോക്കിക്കോട്ടെ, ഇതൊന്നും മിസ് ചെയ്യണ്ട. അതുപോലെ ന്യൂ ഷേപ്പ് ആണെങ്കിലോ? ഇത് 2020 മോഡൽ പെട്രോൾ ആണ്. VXI മോഡൽ 2020 ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ സിംഗിൾ ഓണർ, കമ്പനി കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ. 50,000 ഓടിയിട്ടുള്ളൂ. 50 കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളുണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, 4 പുത്തൻ അപ്പോളോ ടയർ. അതെ. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇതിൽ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ സീറ്റിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി സീറ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ്. എല്ലാവിധ സംഗതികളും വരും. നിങ്ങൾക്ക് വൃത്തിയായിട്ട് കുറച്ച് അധികകാലം ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഈ സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഇതിന്റെ റെഡ് കളർ നല്ല അടിപൊളിയാണ്. എവിടെ കൊണ്ടുവച്ചാൽ ഒരു എല്ലാവർക്കും പ്രിഫറൻസ് കൂടുതലാണ്. അതെ. റീപ്ലേസ് ഒന്നുമില്ല. ഒരാഴ്ച കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6,50,000 രൂപയ്ക്ക്. 6,50,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. 20 വണ്ടി. 2020 വണ്ടി. ഓക്കെ. എന്തായാലും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നിങ്ങൾ നല്ല ക്വാളിറ്റി വണ്ടി, ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് ഡസ്റ്റർ 2012 വണ്ടിയാണ്. 12 85 ആണ് വരുന്നത്. 85 അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. ബോഡി വൈസ് കാര്യമായ കുറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 85 KL11 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ മോശമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഒരു ടച്ച് സ്ക്രീൻ ഒരു 9 ഇഞ്ച് വേറെ ചെയ്തിട്ടുണ്ട്. അതെ.
പിന്നെ അതിനും മെനക്കെട്ടാൻ നിൽക്കണ്ട. എന്തായാലും നിങ്ങൾ ചെയ്തതുകൊണ്ട്. ടയർ ഭാഗങ്ങളുണ്ട്. പിന്നെ 12 നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 3,95,000 രൂപ. 395. കുറേ ഉണ്ടോ അതില്? ഇതിലെന്ത് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ അതിനെക്കാട്ടി ഒരു ഓഫറുള്ള ഒരു വണ്ടിയും കൂടി ഉണ്ട്, നമ്മളത്തെ ഡസ്റ്റർ കൊടുക്കാം അല്ലേ? ഓക്കെ, 395 2012 വണ്ടി നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരാം. അത് മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഡസ്റ്റർ കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 2012 തന്നെ 1 ടൺ ആണ്, ഫുൾ ഓൺ, ഏറ്റവും ഫുള്ള് RX-Z. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ നല്ല കട്ടയുള്ള ടയർ കേട്ടോ, റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. അതായത് മെയിൻ ഗ്ലാസുകൾ ഒന്നും തന്നെ മാറിയിട്ടില്ല. RX-Z എന്ന് പറയുമ്പോൾ അന്ന് ഇറങ്ങിയ ടോപ്പ് വണ്ടി അല്ലേ? പിന്നെ ഇന്റീരിയർ കൂടി കാണിച്ചു തരാം. ഇന്ത്യയിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല സീറ്റിംഗ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വന്ന മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതില് നമുക്ക് സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട്, ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓടിയത് 1.39 ഓടിയുണ്ട്. ഹിസ്റ്ററി കൊടുക്കാം. അടിപൊളി. ഇത് നമുക്ക് വിലയും മാക്സിമം കുറച്ചിട്ട് 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 3.4 കൊടുക്കാം അല്ലേ? 3.4 കൊടുക്കാം. അത് മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടും. ഫുൾ ഓൺ ഉറപ്പായിട്ടും കിട്ടും. 3.4 കുറേ ഉണ്ടോ? അതില് മാക്സിമം കുറച്ചിട്ടാണ്, എന്നാലും ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും വൃത്തിയുള്ള നല്ല അടിപൊളി ഒരു വണ്ടിയാട്ടോ ഇത്. നിങ്ങൾ നോക്കിക്കോളൂ. ഡസ്റ്റർ ആരിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ, ഇത് ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് സിംഗിൾ ഓണർ മോഡൽ 2016. 16 സ്പോർട്സ് എന്ന് പറയുമ്പോൾ അലോയ് വീൽസ് ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ട്. എയർ ബാഗ് ABS എല്ലാം വരും. അതെ. പെട്രോൾ ആണ്. ഓടിയത് എത്രയാ? ഓടിയത് 78. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? നല്ല നീറ്റ് ആട്ടോ വണ്ടി, ഒരു കുറ്റവും പറയാനില്ലേ. ഇന്ത്യയിലൊക്കെ എക്സ്ട്രാ ക്ലീൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനവും വരും അല്ലേ? അതെ, എല്ലാം വരും. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് റേറ്റ് വരുന്നത് 4,10,000 4,10,000 വണ്ടി അല്ലേ? 2016 സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടി. അതെ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 1.2 ലിറ്റർ അല്ലേ? 1.2 ഇത് 3.5 ഫിനാൻസും ചെയ്യാം. അതെ. നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ നെഗോഷ്യബിൾ അല്ലേ? എല്ലാത്തിലും ചെറിയ നെഗോഷ്യബിൾ ഒക്കെ നമുക്ക് ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ വാശി പിടിക്കില്ല. വരുന്ന ഒരാൾ, അത് നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന ഒരാളെ നിങ്ങൾ പിണക്കി പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇന്ന് വരെ വിട്ടിട്ടില്ല. ഇന്ന് വരെ വന്നവരാരും വണ്ടി എടുക്കാണ്ട് പോയിട്ടില്ല. അതാണ് മെയിൻ ആയിട്ട്. എന്തായാലും ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പൊ രജീവനെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ വെച്ചിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മളെ കാറ്റലോഗ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മളെ ട്രസ്റ്റ് ആൻഡ് റൈഡ് യൂസർ വയനാട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കയറി കാണാം, പിന്നെ ഫോളോ ചെയ്യാം. അതെ. അപ്പൊ എന്തായാലും ഇവരെയും സപ്പോർട്ട് ചെയ്തേക്ക്. അതെ. അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ നമ്മളിപ്പോ ഇവിടെ കാണിച്ചു. ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ? നമ്മളെ ലൊക്കേഷൻ നമ്മളെ വയനാട് വടുവഞ്ചാലാണ് വരുന്നത്. കൽപ്പറ്റ വഴി വടുവഞ്ചാലിലേക്ക് വരാം, ബത്തേരി വഴി വടുവഞ്ചാലിലേക്ക് വരാം. ഊട്ടി റോഡാണ് ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ ഒരു സെന്റർ പോയിന്റ് എന്ന് വേണേ പറയാം. അതെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ട്രിപ്പായിട്ടും പോരാ. നല്ല മഞ്ഞൊക്കെ കാണാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.